വിശദമായ വാർത്തകളിലേക്ക്. 4 സുപ്രധാന ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് ഗവർണർ. ലോകായുക്ത ബിൽ, സർവകലാശാല ഭേദഗതി ബിൽ എന്നിവ രാഷ്ട്രപതിക്ക് അയച്ചു. ചാൻസലർ ബില്ലും സഹകരണ ഭേദഗതി ബില്ലും രാഷ്ട്രപതിക്ക് വിട്ടു. ഗവർണർക്കെതിരായ കേസ് സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ സുപ്രധാന നീക്കം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത, നാളെ ഈ ഗവർണറുമായി അല്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ ടൈമിങ്ങോടുകൂടി ഗവർണർ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഗവർണർ ഈ ബില്ലുകളിൽ നടപടി എടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ 2 ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതാണ് നാളെ പരിഗണനയ്ക്ക് വരുന്നത്. ഈ ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള 4 ബില്ലുകൾ, 8 ബില്ലുകളാണ് രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 ബില്ലുകൾ വളരെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകളായിരുന്നു. ആ 4 ബില്ലുകൾ ഉൾപ്പെടെ 7 എണ്ണമാണ് ഗവർണർ ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണം എന്ന് പറയുന്നത്, അതിൽ 2 എണ്ണം ഗവർണറുടെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ലുകൾ തന്നെയായിരുന്നു. അതിൽ ഒന്നാമത്തേത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ലായിരുന്നു. ആദ്യത്തേത് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലായിരുന്നു. രണ്ടാമത്തേത് ലോകായുക്തയുടെ ചിറകരിയാനായിട്ടുള്ള ഒരു ബില്ല്, അതും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സഹകരണ നിയമ ഭേദഗതി. അങ്ങനെ പ്രധാനപ്പെട്ട 4 ബില്ലുകൾ ഉൾപ്പെടെ 7 ബില്ലുകളാണ് ഗവർണർ ഇന്ന് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അയക്കുക എന്നാൽ പിന്നെ ഇതിനൊരു സമയപരിധി ഒന്നും കൽപ്പിക്കാൻ കഴിയില്ല. അതിലൊരു തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതി തന്നെയാണ്. ഇതിൽ ഒരു നിയമ പോരാട്ടം നടത്താൻ സർക്കാരിനോട്ട് സാധിക്കുകയുമില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ ഇതിൽ ഒരു 8 ബില്ലുകൾ ഉണ്ടായിരുന്നതിൽ ഒരു ബില്ല്, അതായത് അത് പൊതുജനാരോഗ്യ ബില്ലാണ്. ഈ പാൻഡമിക് ഒക്കെ പടരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് സ്വീകരിക്കണമെന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പൊതുജനാരോഗ്യ ബില്ല്, അതിൽ ഗവർണർ ഒപ്പിട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ ഗവർണറുടെ കേസ് നാളെ ആണ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഗവർണറുടെ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒപ്പം പഞ്ചാബ് ഗവർണർക്കെതിരായിട്ടുള്ള വിധി വായിച്ചു നോക്കണമെന്നുള്ള നിർദ്ദേശം പോലും ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അപ്പോൾ നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അവിടെയാണ് നിലപാട് അറിയിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഗവർണർ ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഗവർണർ ഈ സുപ്രധാനമായിട്ടുള്ള 4 ബില്ലുകൾ ഉൾപ്പെടെ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനി നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കോടതിക്ക് പോലും കടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും തർക്കമുണ്ട്, സംശയമുണ്ട്. കാരണം ഗവർണർ ഒരു തരത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ പക്ഷേ ഇപ്പോൾ ഗവർണർ നടപടി എടുത്തിരിക്കുന്നു. ഈ ബില്ല് ഗവർണർക്ക് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നിയമവശം ഏതാണ്ട് ഇവിടം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഗവർണർ സർക്കാർ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചന കൂടി ലഭ്യമാകുന്നു. ഒപ്പം ഗവർണർ ഈ ഒരു വിഷയത്തിൽ താൻ പിന്നോട്ടില്ല എന്ന് ഉറച്ചു പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നുകൂടി ഈ ഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഹരിത, ശരി. 4 സുപ്രധാന ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് ഗവർണർ. ലോകായുക്ത ബിൽ, സർവകലാശാല ഭേദഗതി ബിൽ എന്നിവ രാഷ്ട്രപതിക്ക് അയച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി.